എന്താടോ പുതിയ ഓരോ ശീലങ്ങള്? സാർ, പറ്റുമെങ്കിൽ ഇതൊന്നും ഒഴിവാക്കി തരണം. ഇനി 3 കൊല്ലം കൂടി ഉള്ളു സാർ. ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല, ഒരു മെമ്മ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ ഓർക്കാനൊരു ഓർഡർലി റൂം മാർച്ചുണ്ടായിരുന്ന ആഗ്രഹമുണ്ട്. മരിക്കുന്നിടം വരെ അതെന്റെ മനസ്സിൽ നിന്ന് പോയില്ല സാർ. സർവീസിൽ കയറുമ്പോ നമ്മൾ എല്ലാവരും ചൊല്ലുന്നൊരു സത്യവാചകമുണ്ട്, പോലീസ് ഓത്ത്. മാർച്ച് വേണ്ട, അതൊന്നുരുവിട്ടാ മതി. എന്റെ മോളെ MBAക്ക് ചേരാൻ ഇന്നലെ ബാംഗ്ലൂർക്ക് പോയി. ബസ് കയറ്റി വിടാൻ ചെന്നപ്പോ കൂടെയുള്ളതൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കളാ. ബസ് വിടുന്നതിന് മുൻപ് തിരിച്ചു പോയിക്കോളാൻ എന്നെ നിർബന്ധിച്ചപ്പോ എനിക്ക് ആദ്യം പിടികിട്ടില്ല. പിന്നെ മനസ്സിലായി അവൾക്ക് നാണക്കേടാ സാറേ പോലീസുകാരന്റെ മോളാന്ന് പറയാൻ. അവളുടെ കൂട്ടുകാർക്കിടയില് ഈ കാക്കൊരു കുറച്ചില്ല. ഡ്യൂട്ടിയുടെ തിരക്കിനിടയില് അവള് വലുതാകുന്ന കാണാനുള്ള സമയം കിട്ടിയില്ല. എന്റെ മോളെ ഒന്ന് അടുത്തറിയാനുള്ള സമയം പോലും കിട്ടിയില്ല, ഒന്നിനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ ഇതെന്റെ കൂട്ടുകാരനാ സാറേ. ഇതിനെ അവള് തള്ളി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ ഞാൻ ആദ്യമായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാരന് പട്ടിയുടെ വിലയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതങ്ങ് ദേഹത്തോട്ട് കയറുമ്പോഴുള്ള അഭിമാനമുണ്ടല്ലോ, അത് വേറൊന്നിനും തരാൻ പറ്റില്ല സാറേ. വേറൊന്നിനും. കള്ളം കാണിച്ചിട്ടില്ല, എന്റെ അടുത്ത് വരുന്നവരെ സഹായിക്കാതെ ഇരുന്നിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. ഇനിയുള്ള 3 വർഷവും തല ഉയർത്തി നിന്ന് തന്നെ പറയും സാറേ, ഞാൻ ASI സുധാകരനാണെന്ന്.